ഛർദി കുഴപ്പമില്ല, ഇടയ്ക്കൊരു തലവേദന പോലെ വരാറുണ്ട്. ആണോ? ആണല്ലേ? നമുക്കൊന്ന് ബിപിയും കൂടെ നോക്കാം. ഓക്കെ. ഇതെന്താണ് ഭയങ്കര ഡിസൈൻ ഒക്കെ ആണല്ലോ. ഈ കയ്യിലും ഉണ്ട്. ഓ, നല്ല ഭംഗിയുണ്ടല്ലോ. ഈ അടുത്ത പരിപാടി ഉണ്ടായിരുന്നു 7ാം മാസത്തെ, അപ്പൊ അതിനിട്ടതാ. ആണോ? ഇത് ആരാ ചെയ്തു തന്നെ? ഞാൻ തന്നെ ഇട്ടതാ. ആ, ഈ കയ്യില് രണ്ടും ലെഫ്റ്റ് ഹാൻഡും കൊണ്ടും ചെയ്തു. വാവ്, സൂപ്പർ, കൊള്ളാം. അപ്പൊ നമ്മുടെ ഈ മൈലാഞ്ചി ഇല അരച്ച് ചെയ്തതാ? അരച്ചിട്ടല്ല, ഇപ്പൊ കോൺ മൈലാഞ്ചി മേടിക്കാൻ കിട്ടില്ലോ. ഓ, അതാണ് ചെയ്ത്. സാധാരണ ഈ മാസങ്ങൾ ഒരു ട്രഡീഷൻ ഉണ്ട് മൈലാഞ്ചി ഇല അരച്ച് തേക്കുന്നത്. പക്ഷെ അത് സാധാരണ രീതിയിൽ ചെയ്യുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മുടെ ബോഡിക്ക് ഒരു കൂളിംഗ് എഫക്റ്റ് കിട്ടാനും നെയിൽസിലുള്ള ഫംഗൽ ഇൻഫെക്ഷൻസ് ഒക്കെ പോകാനായിട്ടാണ് മെയിനായിട്ട് ചെയ്യുന്നത്. പക്ഷെ ഇപ്പൊ കിട്ടുന്ന കോൺസിൽ പലതരമായിട്ടുള്ള കെമിക്കൽസ് ആഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് മാക്സിമം കെമിക്കൽ ആയിട്ടുള്ള കോണുകൾ അവോയ്ഡ് ചെയ്ത് വീട്ടിൽ തന്നെ കിട്ടുന്ന ആ മൈലാഞ്ചിയുടെ ശരിക്കും നമ്മൾ ഇടുന്നത് നഖത്തിലൊക്കെയാണ് ശരിക്കും ഇടേണ്ടത്. ശരിക്കും ആ ഇലയുടെ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഡെലിവറിയുടെ ടൈം ആകുമ്പോഴത്തേക്കും നമുക്കിതൊന്നും പാടില്ല. നഖത്തിൽ മൈലാഞ്ചിയോ അല്ലെങ്കിൽ നെയിൽ പോളിഷോ ഒന്നും നമ്മൾ അലോ ചെയ്യാറില്ല. കാരണം നമ്മൾ അന്നേരം ബിപിയും പൾസ് ഓക്സിമീറ്റർ ഒക്കെ വെച്ച് നോക്കും. അപ്പോൾ നഖത്തിലാണ് നമുക്ക് അതിന്റെ കളറിന്റെ വേരിയേഷൻ ഒക്കെ മനസ്സിലാകുന്നത്. സോ നല്ല ഭംഗിയുണ്ട്, നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിന്റെ മെയിൻ ട്രഡീഷൻ ചെയ്യുന്നത് അതിന്റെ ബെനിഫിറ്റ്സ്, ആ മൈലാഞ്ചി ഇലയുടെ ബെനിഫിറ്റ്സ് കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, കൊള്ളാം. അപ്പം ബിപി നോക്കാം.